കമ്പാരിസൺ അല്ല അതെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം സൂപ്പർമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അത് ജെയിംസ് ഗണ്ണിൻ്റെ വേർഷനിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അത്ര. അയ്യോ ഉണ്ട് പിന്നല്ലാണ്ട് പഴയ സൂപ്പർമാൻ ഫിലിമിൻ്റെ ആ ഒരു ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. നല്ലൊരു പടം. അത്ര സന്തോഷമാണ്. കുറേ നാളെ നല്ലൊരു DC പടം കണ്ടിട്ട്. ഒബ്സല്യൂട്ട്ലി ഡേറ്റ് എക്സ്പീരിയൻസ് 3D ബെസ്റ്റ്. അടിപൊളി. നല്ല പടം. ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ നൈസ് പടം. DC സാധാരണ DC പടങ്ങളെല്ലാം ഇരട്ടത്താണ്. ഇത് നല്ല വിളിച്ചമുണ്ട് കാണാൻ. പിന്നെ IMAX 3D കാണേണ്ട പടമാണ്. IMAX 2D എവിടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ ബുക്ക് ചെയ്തു വന്നത്. ഇത് അവിടെ എന്തുകൊണ്ട് അവിടെ 2D മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് നിങ്ങൾ വേണം ചോദിക്കുക. ഇത് IMAX 3D കാണുകയാണെങ്കിൽ ആ 3D നന്നായിട്ട് 3D എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവിടെ കണ്ടാലേ അത് ഗുമ്മുള്ളൂ. നമുക്ക് ഇവിടെ കാണുമ്പം സാധാരണ 3D ആയിട്ട് തോന്നുമെങ്കിൽ അതിൽ കാണുകയാണെങ്കിൽ നല്ല ഗുമ്മായിരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണം ചോദിക്കുക, എന്തുകൊണ്ടില്ലെന്ന്. പക്ഷെ അത് കാണാൻ നല്ല നല്ല സ്റ്റോറി ആണെങ്കിലും ഡയറക്ഷൻ കൊള്ളാം. പിന്നെ ഫാൻസിന് എല്ലാ ഫാൻസിനും ഇഷ്ടപ്പെടും. ഞാൻ DC ഫാനാണ്, മാർവൽ ഫാനുമാണ്, DC ഫാനുമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസിൻ്റെ സ്റ്റാർട്ട് വെച്ച് നോക്കാനകത്ത് എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളാണ്. ജാക്ക് സ്നൈഡറിൻ്റെ വെച്ച് നോക്കാൻ ഒരു ഡിഫറെൻറ്റ് ടോണും കൂടിയാണ്. കോമിക് ബുക്ക് വെച്ചൊരു സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വെച്ച് നോക്കാനകത്ത് നല്ല പടമാണ്. നല്ല പടം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. കൊള്ളായിരുന്നു. അടിപൊളി. പൊളിയായിരുന്നു. നൈസ് തിയേറ്റർ. മസ്റ്റ് വാച്ചാണ്. ഈ മാസത്തിൻ്റെ ബെസ്റ്റ് ഫിലിമായിരിക്കും ഡെഫിനറ്റ്ലി. ഫാന്റാസ്റ്റിക് ഫോർ കൂടെ വന്ന് നോക്കാം എങ്ങനെയാണെന്ന്. എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. അടുത്ത സീനിലോട്ട് എന്താണ് എന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നിങ്ങൾ പോയി കാണുക. കിടിലം പടം. കോമിക് ആക്രേറ്റ് സൂപ്പർമാൻ അത്ര അത് പ്രതീക്ഷിച്ചുപോയ അത് നല്ല വൃത്തിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ജെയിംസ് ഗൺ. അപ്പം മൂവി കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് ഇംപ്രഷനിൽ പറയുവാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈൻമെൻറ്റ് ഫ്ലിക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പം കുറച്ച് മുമ്പ് അപ്പുറത്തെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ ഒരു മൂവി ആകുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇറക്കാം. ഒന്ന് ഒരു സിനിമാറ്റിക് വാല്യൂസ് അഥവാ ആർട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ട് ഇറക്കാം. ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇറക്കാം. അപ്പം ഒരു പെർഫെക്റ്റ് സൂപ്പർ ഹീറോ മൂവി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കണമെന്നാണ് ഞാൻ, അങ്ങനെയുള്ള ഒപ്പീനിയനുള്ളതാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡാർക്ക് നൈറ്റും വിൻ്റർ സോൾജിയർ, ഇൻഫിനിറ്റി വാറൊക്കെ ഇപ്പോഴും നമുക്ക് റീവാച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺ അതാണ്. പക്ഷേ ഈ ഒരു പടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ടൊരു മാർവലിൻ്റെ ഫേസ് 4 ശേഷം കണ്ടുവരുന്ന ഒരു സ്ഥിരം സൂപ്പർ ഹീറോ മൂവീസിന് വരുന്നൊരു ശൈലി ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു ക്ലീഷേ മൂവിയാണ്. ആൻഡ് ഒബ്വിയസ്ലി നമ്മളൊരു സൂപ്പർമാൻ മൂവി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇത് കാണുമ്പം പ്രീവിയസ് വെർഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് MOS തന്നെയാണ്, അതപ്പോൾ മാൻ ഓഫ് സ്റ്റീൽ തന്നെയാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു നല്ല ഒരു ഇത് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ആസ് എ കോമിക് ബുക്ക് ലവർ ഒരു കോമിക് ബുക്ക് വായിച്ചിറങ്ങിയ ഒരു ഫീൽ ഇതിൽ കിട്ടുന്നുണ്ട്. ഞാൻ സിൽവർ ഏജ് കോമിക്സ് 70s 80s കോമിക്സ് വായിച്ച് കിട്ടുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്. അറ്റ് ദ സെയിം ടൈം അതൊരു പോരായ്മയാണ്. കാരണം നമ്മളിപ്പോഴും ഒരു പടം കാണുമ്പം കോമിക് ബുക്ക് റീഡറിൻ്റെ പെർസ്പെക്റ്റീവിലല്ലല്ലോ കാണേണ്ടത്. ഒരു ജനറൽ ഓഡിയൻസ് എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലല്ലേ. അപ്പോൾ വിത്ത് ദാറ്റ് കെപ്റ്റ് ഇൻ മൈൻഡ് ഒരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈൻമെൻറ്റ് ഫ്ലിക്ക്. നല്ല സിനിമയായിരുന്നു. എന്താ പറയുക, ഹെൻറി കാവിൽ കുറച്ചുകൂടെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ ഇത് കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ള ഒരു സൂപ്പർമാനാണ്. കൊള്ളാം, നല്ല സിനിമ. എക്സ്പീരിയൻസ് 3D കൊള്ളായിരുന്നു, ബെറ്ററാണ്. ബാക്കിയുള്ള മാർവലിൻ്റെയൊക്കെ 3D വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ ആവശ്യമില്ലാതെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇവർ, എന്താണെന്ന് അറിയില്ല. അല്ലാതെ കൊള്ളായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. അത്യാവശ്യം അടിപൊളിയായിരുന്നു. എനിക്ക് മാൻ ഓഫ് സ്റ്റീലിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. ഇപ്പം ഹെൻറി കാവിൽ പോയതിൻ്റെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഈ പുള്ളിക്കാരനും നല്ല ഡേവിഡ് കോറൻസ് പറ്റുന്നു തോന്നുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഒരു എനിക്കും നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് മാത്രമല്ല, ഞാൻ നേരത്തെ രണ്ട് തവണ പറഞ്ഞ പോലെ ഈ ഒറിജിൻ സ്റ്റോറിക്ക് വേണ്ടി അധികം സമയം കളഞ്ഞിട്ടില്ല അവർ. അതും കൂടെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പടം നീണ്ടു പോയേനെ. കാരണം ഒറിജിൻ സ്റ്റോറീസ് നമ്മൾ മുമ്പ് ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സൂപ്പർമാൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്നും എന്താണ് സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവരങ്ങനെ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല സിനിമയിൽ. കൂടുതലും പ്ലോട്ടിനും ആ ഒരു കഥയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ കൊള്ളാം. നമ്മൾ അധികം എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം നല്ലപോലെ ഇഷ്ടപ്പെട്ടു.